ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് അബുദാബി. അപ്പം ഞാൻ കുറച്ച് 2500 ദിറംസ് എന്ന് പറയുമ്പം നമ്മളെ നാട്ടിൽ എത്ര ഞാനിപ്പോൾ വന്ന് നോക്കിയാൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വ്ലോഗ് വിൽ ബി ബേസ്ഡ് ഓൺ ദാറ്റ്. ഒരു ഷോപ്പിംഗ് വ്ലോഗായിരിക്കും ഇന്ന്. ചിലപ്പോൾ ദുബായിൽ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ അബുദാബിയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും. കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്ത് വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രീനറി ഉണ്ട്. നമ്മൾ UAE എന്ന് പറയുമ്പം ഫുൾ ഡെസേർട്ട് അങ്ങനെയല്ലേ നമ്മുടെ മൈൻഡിലുള്ളത്. പക്ഷെ അബുദാബിയിൽ കുറച്ചധികം ഗ്രീനറി ഉണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് അബുദാബി. അപ്പം ഞാൻ കുറച്ച് ചുറ്റുള്ളത് കാണിച്ചു തരാം. ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം വിഷ്ണു ഉണ്ട്. വിഷ്ണു ദുബായിൽ തന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. പിന്നെ അബുദാബിയിലുള്ള വിഷ്ണുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നിങ്ങളായിരിക്കും ഇന്ന് പുറത്ത് പോകുന്നുണ്ടാവുക. പക്ഷെ അതിനു മുമ്പ് മേ ബി ടൈം ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് പുറത്തായതുകൊണ്ട് വണ്ടീൻ്റെ സൗണ്ട് മേ ബി ഇവിടെ എനിക്ക് ഒരു പുതിയ റൂം ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പോൾ ഉള്ള റൂം കുറച്ചധികം കൺജസ്റ്റഡ് ആണ്. പക്ഷേ എനിക്ക് ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്യണം. നല്ലത് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷിഫ്റ്റ് ആവണം. ഇപ്പം റൂമിൽ കുറച്ച് AC-ൻ്റെ ഇഷ്യൂസ്, അതേപോലെ തന്നെ കോക്രോച്ചസ്, ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ അടുത്തൊരു ബക്കാലയിൽ വന്നിട്ടുള്ളത്. ബക്കാല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്സാണ്. ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം ബാക്കി ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ടൈമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ പോയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഒരുപാട് ടൈമായി. പിന്നെ നമ്മളിനി മെറ്റേണിറ്റി ഷൂട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്ത് കുറേ ടൈം അവിടെ ഇരുന്നിട്ട് അങ്ങനെയാണ് പിന്നെ പുറത്തിറങ്ങിയത്. ആൻഡ് ദെൻ വീട് നോക്കാൻ വേണ്ടി പോയി. ഞാൻ നിങ്ങൾക്കപ്പം ഇവിടുത്തെ വീടും ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ്റെ അടുത്തുള്ള വീടുകളാണ് കാണിക്കാൻ പോകുന്നത്. എത്ര പറഞ്ഞ് 2000. ഇതാണ് ഒരു റൂം. ഇവിടുത്തെ റൂംസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എന്താ വെച്ചാൽ ഒരു വിൻഡോന് വേറെ റേറ്റാണ്. ഭയങ്കര ചെറിയ റൂമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര കുഞ്ഞു റൂമാണ്. ഇതിന് വരുന്ന റേറ്റാണ് 2500 ദിറംസ്. 2500 ദിറംസ് എന്ന് പറയുമ്പം നമ്മളെ നാട്ടിൽ എത്ര എമൗണ്ട് ആകും? ഒരു 55,000 ആവില്ല. ഇതാണ് കിച്ചൺ വരുന്നത്. ആൻഡ് ഇതാണ് വാഷ്റൂം വരുന്നത്. അത്രയും കുഞ്ഞി റൂംസൊക്കെ ഇവിടെ കിട്ടുള്ളൂ. സോ യെസ്, നമ്മൾ പിന്നെ ഇന്ത്യൻസും കൂടി ആകുമ്പം കിച്ചണിൽ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കിച്ചൺ ഇവിടെ ആയിരിക്കും, വാഷ്റൂം ഇവിടെ ആയിരിക്കും. അപ്പം അത് ഞാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ റൂംസിൻ്റെ അവസ്ഥ. ഇവിടെ അതേപോലത്തെ ഇങ്ങനെ കുറേ സൈഡിൽ ചെറിയ ചെറിയ റൂംസൊക്കെ ഉണ്ട്. ഇതെന്തോ പുതിയതായിട്ട് എടുക്കുന്നതാ തോന്നുന്നത്. 2300 റൂമാണിത്. 2300 ദിറംസ്. ഇതാ ഒരു ചെറിയ വിൻഡോ വരുന്നുണ്ട്. ഇതാണ് റൂം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെവിടെയാണ് കിച്ചണ്? ഇത് വാഷ്റൂം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റുഡിയോസ്. അപ്പോൾ സ്റ്റുഡിയോയിൽ ഈ ഒരു പാർട്ടായിരിക്കും അവർ കിച്ചണായിട്ട് ആക്കുന്നുണ്ടാവുക. ഇതിപ്പം പുതിയ റൂമായതുകൊണ്ട് കിച്ചൺ സ്ലാബൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് റൂംസ് നോക്കാൻ പോയതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കിച്ചൺ സ്ലാബ് വെക്കും. ഇത്രയേ ഉള്ളൂ. ഇതിന് വരുന്ന 2300 ദിറംസ്
ഇന്ത്യൻ മണി ഓൾമോസ്റ്റ് ഒരു 50,000 റുപ്പീസ്. 50,000 റുപ്പീസിൽ ഇവിടെ അബുദാബിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റൂമാണ് ഇത്. ഇത് 5,000 ദിറംസിൻ്റെ റൂമാണ്. 5,000 ദിറംസ് എന്ന് പറയുമ്പോൾ 1 lakh. 1 lakhൽ കുറച്ച് കൂടുതൽ. അപ്പോൾ ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. പിന്നെ കിച്ചൺ സെപ്പറേറ്റ് കിച്ചണാണിത്. പിന്നെ ഒരു വാഷ്റൂം. അങ്ങനെ ഞങ്ങൾ ഷാബിയിൽ പോയി. ഷാബിയിൽ കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാബിയിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ നാട്ടിലുള്ള കുറേ ഫുഡൊക്കെ അവിടെ കിട്ടും. പുറത്തുനിന്ന് ഇപ്പം റംദാൻ ടൈം ആയതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഈവൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഫുഡ് വാങ്ങിച്ച് വന്നിട്ട് കാറിന് ചായ കുടിച്ചു, ഫുഡ് കഴിച്ചു. ആൻഡ് ദെൻ ഡാൽമ മോളിൽ പോയത് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഡാൽമ മോളിൽ പോയത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ബാക്കിലൊരു ചെറിയ സ്റ്റോറി ഉണ്ട്. എനിക്കൊന്ന് ഞാനും കോളേജിലൊരു 2nd year പഠിക്കുമ്പോഴാണ് ഈ ഡ്രസ്സ് വാങ്ങിയത്. ഞാനും എൻ്റെ ഫ്രണ്ട് ശ്രുതി, നമ്മൾ രണ്ടാളും കൂടി സെയിം ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിച്ചതാണ്. അതിപ്പോഴാണ് ഇടുന്നത്. അവിടെ നിന്ന് അങ്ങനെ എക്സിറ്റ് ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്തൊരു ചെറിയൊരു ഷോപ്പ് കണ്ടത്. ആ ഷോപ്പിൽ കുറേ ക്യൂട്ട് തിങ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് കൊറിയൻ പ്രോഡക്റ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ലെയിൽസൊക്കെ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഇതിനൊക്കെ 3.50 ദിറംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഷോപ്സിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല, സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടം. ഞാനപ്പം ഒരു ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഇങ്ങനെ വെറുതെ സാധനങ്ങൾ നോക്കിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യും. പക്ഷേ ഇവിടുന്ന് എനിക്ക് കുറച്ചധികം സാധനങ്ങൾ കിട്ടി ഇഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു സ്കേർട്ട് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കേർട്ട് നോക്കേണ്ടതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ മാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മാക്സിലേക്ക് പോയി. പക്ഷെ ഞാൻ വിചാരിച്ച സാധനം അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഒരു 5 minutes അവിടെ സ്കേർട്ടിന് വേണ്ടി തപ്പി. എന്നിട്ട് കിട്ടാത്തത് കാരണം ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. അതിനുശേഷം നമ്മൾ ഐക്യയിലേക്ക് പോയി. ഇവിടെ യാസ് മോളിലുള്ള ഐക്യയിലേക്കാണ് പോയത്. ഈ സൈഡിൽ കാണുന്നത് അൽറഹ മോളാണ്. ഇതെൻ്റെ റൂമിൻ്റെ കുറച്ചടുത്താണ്. അപ്പോൾ എന്തിനാണ് ഐക്യയിലേക്ക് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഐക്യ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അവിടെ സാധനങ്ങൾ വെറുതെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര രസമാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഐക്യയിലേക്ക് പോകുന്നത്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഐക്യയിലെത്തി. അപ്പം വണ്ടിയിൽ എന്താ പറയുക, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം പൊടിയുണ്ട്. അപ്പോൾ ഇവിടെ പൊടിയുണ്ടെങ്കിൽ എന്താകും, ഫൈൻ കിട്ടുന്നതുകൊണ്ട് വണ്ടി നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ വണ്ടിയിൽ ഇങ്ങനെ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അപ്പം അതുകൊണ്ട് വാഷ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ പാർക്കിങ്ങിലൊക്കെ വാഷ് ചെയ്യാൻ വെക്കുമ്പം ചില സ്ഥലത്ത് 10 ദിറംസും ചില മോസ്റ്റ്ലി എല്ലായിടത്തും 20 ദിറംസാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഹായ് റംദാൻ്റെ
ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. എന്ത് രസമായിട്ടാണ്. കുറേ പേരൊക്കെ ഐക്യയിൽ പോയിട്ടുണ്ടാകും, പക്ഷേ അതുപോലെ തന്നെ കുറേ പേര് പോകാത്ത ആൾക്കാരും ഉണ്ടാകുമല്ലോ. അപ്പം ഐക്യയിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം, പോകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, ഇങ്ങനെ കുറേ റൂംസൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റൂംസൊക്കെ ഞാൻ കുറച്ച് ലെങ്തായിട്ട് ഡീറ്റെയിൽ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളൊന്നും വാങ്ങണ്ടെങ്കിൽ തന്നെ ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഇതൊക്കെ കാണാൻ തന്നെ ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. ഞാൻ ഇന്നൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ല, പക്ഷെ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വാങ്ങും. പക്ഷെ ഇതെല്ലാം ഒന്ന് കാണാൻ തന്നെ ഭയങ്കര രസമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റിന് ആദ്യത്തെ എമൗണ്ട് 2595 ആയിരുന്നു. ഇപ്പം ഈദായതുകൊണ്ട് 1995 കിട്ടുന്നത്. ഇപ്പം ഈദായതുകൊണ്ട് UAE തന്നെ ഒരുപാട് പ്ലേസസിൽ ഇങ്ങനെ ഈദ് ഓഫർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ഇപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നല്ല പ്രൈസ് ഡ്രോപ്പ് ഓരോ പ്രോഡക്റ്റിനും ഇപ്പം കാണാനുണ്ട്. പ്രീവിയസ്ലി കാണിച്ച കിച്ചണിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിച്ചണാണിത്. അത്യാവശ്യം കുറച്ചധികം സ്പേസ് ഉള്ള കിച്ചണാണ്, പക്ഷേ നല്ല പ്ലസൻ്റ് ആയിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഫുൾ വൈറ്റ് ആയതുകൊണ്ടായിരിക്കണം ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ആൻഡ് ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ പ്രോഡക്റ്റിൻ്റെ മേലെയും അതിൻ്റെ പ്രൈസസും മെൻഷൻഡ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കിച്ചൺ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാത്തിൻ്റെയും പ്രൈസ് അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ വന്ന് നോക്കിയാൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഈ മിറർ ഇങ്ങനെയാകും. തീരെ സ്പേസ് ഇല്ലാത്ത വീടുകൾക്ക് പറ്റിയൊരു തീമാണ്. അപ്പം ഇത് കണ്ടപ്പോഴോ ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ. സോ തിങ്സ് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. സ്പേസ് ഇല്ലാത്ത റൂംസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഐഡിയാസാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഇങ്ങനെ കുറച്ച് കബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വാളിൽ ഇങ്ങനെ കബോർഡ്സ്, കുറേ ഡോർസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു വാഷ്റൂമിലേക്കാണ്. വാഷ്റൂമിലും അതേപോലെ ഒരുപാട് ഒരു സ്പേസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഈ മിറർ ഓൾസോ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ നമ്മൾ ടോയ്ലറ്ററീസ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ബാക്കിയെല്ലാം ലൈക്ക് നോർമൽ തിങ്സ് ആണ്. ഓക്കെ, ഇവിടെ വാഷിംഗ് മെഷീൻ, ഇതാണ് വാഷ്റൂം വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെയുണ്ട്. ഇതും നമുക്ക് ഫോൾഡ് ചെയ്യാൻ, താഴോട്ടേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ്. അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. ഈ ചെയറും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ്. ഇത് ഭയങ്കര നല്ല രസത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതേപോലത്തെ ചെയർ. നെക്സ്റ്റ് വരുന്നത് കിച്ചണാണ്. കിച്ചൺ ഓൾസോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതൊരു കുട്ടികളുടെ ബെഡ്റൂമാണ് ഇവർ സെറ്റ് ചെയ്തത്. ഒരു ബേബി പിങ്ക് ആൻഡ് വൈറ്റ് തീം കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തത്. അവിടെ കണ്ട ഒരു ഫ്രെയിമിൽ ഒരു ക്യൂട്ടായിട്ടുള്ള പിക്ചറൊക്കെ വെച്ചിട്ട് ചെറിയ കട്ടിൽ, അതേപോലെ ചെറിയ മിറർ, ചെറിയ കബേർഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ആ കബേർഡിൻ്റെ അവിടെ ഒരു ചെറിയ മിററൊക്കെ ഉണ്ട് കുട്ടികൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരുപാട് തീമിൽ കുട്ടികളുടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇത് കാണിച്ചത്. ആൻഡ് ഓൾസോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഒറിജിനൽ പ്ലാന്റ്സ് ആൻഡ് ഫ്രഷ് ഫ്ലവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അവിടെ. പിന്നെ ഇങ്ങനത്തെ പോട്ട്സ്, കപ്സ് അതൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് ശേഷം
അപ്പം ഐക്കിൽ വന്ന് എന്തായാലും എല്ലാവരും ഐസ്ക്രീം ട്രൈ ചെയ്യണം. അവിടെ കിട്ടുന്ന ഫ്ലേവർ ഒന്ന് വാനില, ചോക്ലേറ്റ് ആൻഡ് മിക്സ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു ഈ പ്ലേസും കൂടി നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പം ഇത് എസ്പെഷ്യലി അബുദാബിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്ലേസ് കുറച്ച് ഹെൽപ്ഫുൾ ആവുമായിരിക്കും. അപ്പോൾ ഇത് മുസഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫേർണിച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐക്കയിൽ പോയിട്ട് എല്ലാം എഫോർഡബിൾ എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ ഐക്കയിൽ കിട്ടുന്ന കുറേ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ക്വാളിറ്റി എന്താ പറയുക, ചില ഇതൊക്കെ ഹെവി യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ വർക്കിൻ്റെ ആവശ്യത്തിന് കുറച്ചൊരു പീരീഡ് ഓഫ് ടൈമിന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീനെ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. കാരണം എഫോർഡബിൾ റേറ്റിന് സാധനങ്ങൾ കിട്ടും. പക്ഷെ എന്തായാലും നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രോഡക്റ്റ്സും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അല്ല, എല്ലാം സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഫേർണിച്ചേഴ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചോ. പക്ഷേ ഈ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇതൊന്നും മാക്സിമം ഇലക്ട്രോണിക് തിങ്സ് ഒന്നും വാങ്ങാണ്ട് നിൽക്കുക. എല്ലാം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും ഞാൻ കണ്ടിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഇലക്ട്രോണിക് ഐറ്റംസ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കണ്ടോ, കോക്രോച്ചസ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക് തിങ്സും പിന്നെ നമ്മുടെ ഈ റെഫ്രിജറേറ്ററൊക്കെ നമ്മൾ ഫുഡ് വെക്കുന്നതല്ലേ, അപ്പം അത്ര ഹൈജീനായിട്ട് എനിക്ക് തോന്നിയില്ല. മോസ്റ്റ്ലി ഐക്യ പ്രോഡക്റ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ദെൻ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് 1000 ഒക്കെ കൊടുത്തിട്ട് ബെഡൊക്കെ വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനീഷ്യലി ഇവിടെ വന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു 300, 400, 500 റേഞ്ചിനൊക്കെ ഇവിടെ ബെഡ്സ് ക്വാളിറ്റി ആയിട്ട് കിട്ടും. പക്ഷേ ഇത് നന്നായിട്ട് ഷോപ്പിലുള്ള ആൾക്കാരോട് നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങളിവിടെ നിന്ന് വിട്ടിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ റേറ്റിന് ഈ സാധനങ്ങളൊക്കെ ഇവിടെ സെയിലാക്കിയിട്ട് പോകാനും പറ്റും. ഞാൻ ഐക്കയിൽ പോയിട്ട് വീഡിയോസ് എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് അവിടുത്തെ സാധനങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. പിന്നെ ആദ്യം തന്നെ UAE വരുന്ന ഒരാൾക്ക് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് എന്ന് ഉള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വഴി പോയപ്പോഴാണ് അങ്ങോട്ടേക്ക് കയറിയത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഡേ വൈൻഡപ്പ് ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ, ബൈ ബൈ.